നമസ്കാരം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷെയർസ് അപ്ഡേറ്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് കെബിറ്റ് ടെക്നോളജീസിൻ്റെ, അതുപോലെ തന്നെ JSW സ്റ്റീൽ, അതുപോലെ തന്നെ അദാനി പോർട്സ്, ഈ 3 കമ്പനികളും ഇന്ന് ഡിസംബർ 3-ാം തീയതി ജസ്റ്റ് നല്ലൊരു റാലി അവരുടെ ഷെയർസിൽ കണ്ടിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഈ റാലിക്കും മറ്റുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് എത്രത്തോളം നീണ്ടു നിൽക്കും, ഇന്നത്തെ കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ കേബിൾ ടെക്നോളജീസിന് ഇന്ന് ഏകദേശം 6.62% ഒരു റാലി നമ്മളും കണ്ടിരുന്നു. അവർ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1430 രൂപയിലാണെന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവരുടെ ഷെയർസിൻ്റെ ഒപ്പം തന്നെ JSW സ്റ്റീൽ ഏകദേശം 0.82% ഒരു റാലിയാണ് സംഭവിച്ചിരിക്കുന്നത്. 997 രൂപയാണ് ഇന്ന് ക്ലോസിംഗ് പ്രൈസായിട്ട് കാണാൻ പറ്റുന്നതാണ്. അതുപോലെയുമായി ബന്ധപ്പെട്ടുള്ള അദാനി പോർട്സ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് ഇന്ന് ഏകദേശം 6% റാലി സംഭവിച്ചിരുന്നു. 1287 ഇതിൻ്റെ ഒരു ക്ലോസിംഗ് പ്രൈസസ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഈ 3 കമ്പനികളുടെയും ഇതിന് കാരണം എന്ന് പറയുന്നത് ഈ ബ്രോക്കറേജസ് അവരുടെ ഒരു സ്ട്രോങ് ബൈ റേറ്റിംഗ് ഈ 3 കമ്പനിക്കും കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ലീഡിംഗ് ബ്രോക്കറേജ് ഹാവ് പ്രൊവൈഡഡ് ദെയർ ലേറ്റസ്റ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ എംഫസൈസിങ് സ്ട്രോങ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആൻഡ് സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവ്. JP Morgan മെയിൻറ്റെയിൻസ് ഓവർവെയ്റ്റ് സ്റ്റാൻഡ്സ് ഓൺ ക്യാപിറ്റൽ ടെക്നോളജി. അപ്പോൾ JP Morgan ക്യാപിറ്റൽ ടെക്നോളജിക്ക് 1900 ഒരു സ്ട്രോങ് ബൈ റേറ്റിംഗ് കൊടുക്കും. അതിനൊരു ടാർഗറ്റ് പ്രൈസ് കൊടുത്തിരിക്കുന്നത് 1900 രൂപയാണെന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ കമ്പനി ഫിനാൻഷ്യലി ബേസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ടാർഗറ്റ് പ്രൈസും അവർ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി അടുത്തതായി ബന്ധപ്പെട്ട് പറയുന്നതാണ് JSW സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയെ ഇടയ്ക്ക് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് എന്താ പറയുക, ബാങ്ക് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രോക്കറേജസാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 1300 രൂപയാണെന്ന് കാണാൻ പറ്റുന്നതാണ് ഇവരുടെ. ഇനി അദാനി പോർട്സിനും ഇതുപോലെ തന്നെ 1500 രൂപയുടെ ഒരു ടാർഗറ്റ് പ്രൈസ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഫിനാൻഷ്യലി മാനേജ്മെൻറ്റ് കമ്പനികളിൽ വലിയൊരു കമ്പനിയായിട്ടുള്ള മോട്ടിലാൽ ഓസ്വാളാണ്. ഇവർക്ക് 1500 രൂപയുടെ ഒരു ടാർഗറ്റാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രോങ് ബൈ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ബ്രോക്കറേജസ് ബൈ റേറ്റിംഗ് കൊടുത്തു എന്ന് എഴുതിയിട്ട് നിങ്ങൾ ആരും തന്നെ, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരും തന്നെ ഒരു ബൈയോ അല്ലെങ്കിൽ സെല്ലോ റെക്കമെൻഡേഷനിലോട്ട് പോവേണ്ട ആവശ്യമില്ല. ഈ ബ്രോക്കറേജസ് കൊടുത്തു എന്നുള്ളതോടെ മീൻ ടൈമിൽ നിങ്ങളുടെ ഈ കമ്പനികളുടെ എല്ലാം ഫിനാൻഷ്യൽ ഡാറ്റാസ് നോക്കി സ്ട്രോങ് ആണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കണേ. ഇനി അടുത്തതായിട്ട് KPI ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഒരു ഷെയർ പ്രൈസസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. KPI ഗ്രീൻ എനർജി എന്ന് പറയുന്നത് ഒരു റിന്യൂവബിൾ എനർജി സെക്ടറുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. മെയിൻലി സോളാർ പവർ കമ്പനി ബേസ്ഡ് ഇൻ സൂററ്റ്, ഗുജറാത്ത്, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2008. അപ്പോൾ ഈ കമ്പനിക്കും ഇന്ന് 5% ഒരു റാലി സംഭവിച്ചിരുന്നു. 817.95 രൂപയുടെ ഒരു ക്ലോസിംഗ് പ്രൈസസാണ് KPI ഗ്രീൻ എനർജി എന്ന് കാണുന്നത്. ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് റാലി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തെ റേറ്റ് നോക്കുമ്പോൾ 1.64 താഴോട്ട് വന്നിരിക്കുന്നതും കാണാൻ പറ്റുന്നതാണ്. ഇയർലി ബേസിസെല്ലാം നോക്കുമ്പോഴും ഒരു ചെറിയ ഒരു പ്രോഗ്രസ് സംഭവിച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവരുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇവർക്ക് ഒരു ബൾക്ക് ഓർഡർ കിട്ടി എന്നുള്ളതാണ്. 1311 crore ഓർഡർ ഫ്രം കോൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള സർക്കാർ കമ്പനിയിൽ നിന്ന് ഇവർക്ക് ഏകദേശം 1311 കോടി രൂപയുടെ ഓർഡർ കിട്ടി എന്നുള്ളതാണ്. ഈ ന്യൂസ് പബ്ലിഷ് ചെയ്തതും ഇന്ന് തന്നെയാണ്. പിന്നെന്താ പറയുക, ഡിസംബർ 3, 2024 12:48 PM ഈ ന്യൂസ് അനൗൺസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഷെയർ പ്രൈസസിൽ നോക്കുമ്പോഴും ഏകദേശം ആ ഒരു സമയത്തിന് ശേഷം വലിയൊരു ഉയർച്ച നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കണമെങ്കിൽ KPI ഗ്രീൻ എനർജി ഷെയർസ് ഗെയിൻഡ് 3.9 അല്ല, ആക്ച്വലി 5% ഓൺ ട്യൂസ്ഡേ ആൻഡ് ലോഗ്ഡ് ഇൻ ടു an intraday high as 810 share. The stock gained after company bagged the largest ever order from കോൾ ഇന്ത്യ. അവർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഓർഡർ ആണിതെന്ന് കാണാൻ പറ്റും. അറൗണ്ട് 12:27 PM KPI ഗ്രീൻ എനർജി ഷെയർ പ്രൈസസ് വാസ് 3.05% and Rs 803 per share. In comparison with BSE Sensex was 0.2
0.52% ആയിട്ട് 80,662.08 points. The market capitalization of the company is 10,000 crore. The 52-week IST is 1,116 and 52-week lowest is 375 rupees. About under the contract KPI Green, under the contract, KPI Green will set up 300 MW AC or 405 MW DC ground-mounted solar PV plant, including operation and maintenance services in comprehensive 5-year basis. അവർ ഓപ്പറേഷൻ ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോലെ 5 വർഷത്തേക്ക് ഇത് ഓപ്പറേഷനും മെയിൻ്റനൻസും ചെയ്ത് കൊടുത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ കരാർ ഇവർക്ക് കിട്ടിയിരിക്കുന്നത് കാണാൻ പറ്റും. 1311 കോടി രൂപയുടെ വലിയൊരു ഓർഡറാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കമ്പനിയാണ് വക്രാങ്കി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി. ഈ ഒരു ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയും എന്താ പറയുക ഒരു ഡിജിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഒരു റാലി ഏകദേശം 5% റാലിയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. 26.5 രൂപയിലാണ് ഇതിൻ്റെ ഷെയർ പ്രൈസസ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഒരു പെന്നി സ്റ്റോക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കമ്പനിയാണ് ഇത്. ഇതിൻ്റെ ഒരു ഷെയർ പ്രൈസസും മറ്റു കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് പോകുന്ന കമ്പനിയാണെന്ന് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ. ഇനി ഈ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ വക്രാങ്കി ഷെയർ ഹിറ്റ് 5% അപ്പർ സർക്യൂട്ട് ഓൺ പാർട്ണറിങ് വിത്ത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ഒരു ഏജൻസി മെയിൻലി ഡിജിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഒരു 5% അപ്പർ സർക്യൂട്ട് വന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പാർട്ണർ വന്നിട്ടുള്ള പാർട്ണർഷിപ്പ് വിത്ത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഓൺ December 3 after the company announced that they have partnered up with the Central Bank of India to offer them banking services on pan-India basis. pan-India basis ഇവരുടെ ബാങ്കിങ് സർവീസസിന് ഇവർ അസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. In its regulatory filing, the company said Vakranga has emerged as one of the leading financial inclusion players with more than 14,000 banking BC points and fourth largest ATM operator in rural India with 6,000 plus ATMs. This partnership will expedite the expansion of Vakrangi's network, reinforcing our presence across both rural and urban landscape of the nation. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റാലി അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്താണ് റാലി എന്നുള്ള റീസൺസ് മാത്രമാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇനി നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി അടുത്തതായിട്ടുള്ള ഒരു റിന്യൂവബിൾ എനർജി സെക്ടറുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. കമ്പനിയുടെ പേര് ഇനോക്സ് വിൻഡ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി. ഈ കമ്പനിക്കും ഏകദേശം ഇന്ന് 3%ഓളം ഒരു റാലി സംഭവിച്ചിരുന്നു. 206.75 INR ഇന്ത്യൻ റുപ്പീസിലാണ് ഇതിൻ്റെ ഒരു ക്ലോസിംഗ് പ്രൈസസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ ഇനോക്സ് വിൻഡ് price share jumped over 6% on Tuesday, extending the rally from the previous section led by strong buying momentum. Inox Wind shares rallied as much as 6.44% to 213.83 as a piece on the BSE. Inox Wind shares gain rally 16% in the first 5 sections. Meanwhile, a share of Inox Wind share also spiked over 4% on Tuesday trade. അത് കഴിഞ്ഞൊരു 5 സെക്ഷൻ നോക്കുമ്പോൾ 16% ഒരു ഗെയിനാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് കാണാൻ പറ്റും. The rally in Inox Wind shares comes after its subsidiary Inox Green Energy Services announced the disinvestment of its entire share capital of a wholly owned subsidiary Aliento Wind Energy Private Limited AWEPL. AWEPL ഇവരെ നിക്ഷേപിക്കുന്നതിൽ നിന്നും വിത്ഡ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദ എൻ്റയർ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഡിസിഷൻ അവരെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡിസിഷനാണ് ഇവരുടെ ഒരു റാലിക്ക് കാരണമായിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇറ്റ് എൻഡേഡ് ഇൻ ടു ഷെയർ പ്രൈസസ് അഗ്രിമെൻറ്റ് ടു സെൽ ദ എൻ്റർ ഇഷ്യൂ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ഓഫ് 1 lakh comprehensive of 1 lakh equity shares of AW to Nani Virani Wind Energy Private Limited. Nani Virani Wind Energy എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിക്ക് ഇവർ ഇനോക്സ് ഗ്രീൻ എനർജി സർവീസസ് അവരുടെ ഇതിനകത്തുള്ള ഷെയർസ് മൊത്തം വിൽക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു മെയിൻ റീസൺ ആയിട്ട് അവർ പറയുന്നത്.